സ്കൂളുകളിലെല്ലാം സ്പോർട്സും ആർട്സും ശാസ്ത്രമേളയും എല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു 2 വീക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിലൊരു കസിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവൾ ഇന്ന് ബാഗൊന്നുമില്ല, ബാഗിൽ പുസ്തകവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ബാഗ് ഇങ്ങനെ തൂക്കിയിട്ട് ഇതിലൊന്നുമില്ലല്ലോ, ഈ സ്കൂൾക്ക് തന്നെയല്ലേ പോകണമെന്ന് വെറുതെ ചുമ്മാ ഒരു കാഷ്വലി ചോദിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒപ്പനൻ്റെ പ്രാക്ടീസ് ഉണ്ട്, ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഫുൾ വൈബ്. അപ്പോൾ കൊള്ളാലോ കളി. അപ്പോഴാണ് എനിക്ക് മൈൻഡ് കത്തിയത്. അതായത് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ കലോത്സവം അതുപോലെ സ്പോർട്സും ആർട്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു പീക്ക് സീസണാണ്. ഇതിൻ്റെ ഒരു ടൈമാണ്. കുട്ടികൾ മൊത്തത്തിലൊരു വൈബായിരിക്കും. നിങ്ങളെല്ലാവരും ഒരു ജഗപൊക വൈബിലായിരിക്കും അല്ലേ. പണ്ട് ഞാനും ഇതേപോലെ ആയിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്പോർട്സും ആർട്സൊക്കെ. എനിക്ക് ശാസ്ത്രമേള അത്ര ഇഷ്ടമല്ല, പക്ഷേ സ്പോർട്സും ആർട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആയിരിക്കും. ഇനി പോട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒപ്പന, വട്ടപ്പാട്ട്, അറബന, ചാക്യാർകൂത്ത്, ദഫ്മുട്ട്, കോൽക്കളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, അങ്ങനെ പല ഐറ്റത്തിലും പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത് പങ്കെടുക്കാതെ വെറുതെ 2 ദിവസം അവധി കിട്ടുമല്ലോ അങ്ങനെയുള്ള മൈൻഡുള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ഓൻ 9ാം ക്ലാസ്സിലാണ്. അവനെന്താ വെച്ചാൽ ഒന്നിനും പങ്കെടുക്കൊന്നുമില്ല, വെറുതെ ഇങ്ങനെ സ്കൂളിൽ പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അല്ലാതെ ഇങ്ങനെ ആസ്വദിക്കും. എന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും സ്റ്റേജിൽ കയറി വേറെ വെറുതെ കൂക്കി ആർക്കുക, അതൊക്കെയാണ് അവൻ്റെ ഒരു വൈബ്. അങ്ങനെ വൈബുള്ളവരും ഉണ്ടാവും, കാരണം അവർക്ക് 2 ദിവസം സ്കൂൾ അവധി കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഹാപ്പിയാണ്. എനിവേ, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്നുമില്ല. ഇപ്പോൾ അടുത്തിടെ 2 ദിവസം മുമ്പ് ഞാനൊരു ചെറിയൊരു ന്യൂസ് കട്ടിങ് കണ്ട്. ആ ന്യൂസ് കട്ടിങ്ങിൽ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്: ഇത്തവണ മുതൽ അല്ലെങ്കിൽ ഈ വർഷം മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നിർത്തലാക്കും. എന്നിട്ട് അടിയിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. അവരെന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാരിന് മുമ്പിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്: സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ വർഷം മുതൽ നിർത്തലാക്കണം. അത് ജില്ലാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ എന്ത് ചെയ്യണം, അത് അവസാനിപ്പിക്കണം. ജില്ലാ കലോത്സവം വരെ മതി, സംസ്ഥാന സ്കൂൾ കലോത്സവം വേണ്ട എന്നുള്ള രീതിയിൽ. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ആകെ എന്തോ കിലുങ്ങിപ്പോയി. ഇതെന്താ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള രീതിയിൽ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്, ആ ഒരു മൈൻഡായിപ്പോയി. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം. ഇന്ത്യയിലെയും കേരളത്തിലെയല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മളെ കലോത്സവം. ആ കലോത്സവം പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ നിർത്തലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കബിൾ അല്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് സമഗ്രമായിട്ട് പഠിച്ചു. ഞാൻ അങ്ങനെ കുറച്ച് ആളുകളോട് ചോദിച്ചു, കുറച്ച് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചു. ആ ന്യൂസ് കട്ടിങ്സൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ അതിലവർ പറയുന്ന ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. വിധി നിർണ്ണയത്തിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജഡ്ജിമാരെ പൈസ കൊടുത്തിട്ട് സ്വാധീനിക്കാം, ക്യാഷ് എറിയുക, പൈസ എറിയുക. നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്നത് കൈക്കൂലി കൊടുക്കുക എന്നൊക്കെ പറയില്ല. കൈക്കൂലി കൊടുത്തിട്ട് നൈസിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ വിധി റിസൾട്ട് എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക. എന്നിട്ട് അർഹരല്ലാത്തവരിലേക്ക് എന്ത് ചെയ്യുക, ആ റിസൾട്ടിലെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. ആ ഒരു സിസ്റ്റം അതൊരു മ്ലേച്ഛകരമായുള്ള സിസ്റ്റമാണ്, തീർത്തും ബ്ലണ്ടറാണ്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതൊരു സത്യമാണ്. പക്ഷേ ആ ഒരു കാരണത്തിൻ്റെ പുറത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവമേ നിർത്തലാക്കുക, അതെങ്ങനെ ശരിയാവും? ഏതെങ്കിലും 2 ആളുകൾ ഇങ്ങനെ ഇതിൽ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഇതിൽ അനധികൃതമായിട്ട് എന്തെങ്കിലും ഒരു അക്രമം കാണിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് മൊത്തത്തിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും അവസരങ്ങളും അവരുടെ എല്ലാവരുടെയും കലാപരമായിട്ടുള്ള നൈപുണികതയെ വളർത്തിയെടുക്കാനുള്ള ഇത്തരത്തിലുള്ള ഓരോ കലോത്സവ മാമാങ്കങ്ങളൊക്കെ നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചളിയായി എന്ന് വിചാരിച്ചിട്ട് കൈ വെട്ടി മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് കഴുകിയാൽ മതി, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് തുടച്ചാൽ മതി. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇവിടെ ഇങ്ങനെ ക്രമക്കേടുകൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം മൊത്തത്തിൽ നിർത്തലാക്കുക എന്ന് പറയുന്നതിൽ ലോജിക്കില്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ആ ഒരു അഭിപ്രായക്കാരനാണ്. ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവം നിർത്തലാക്കാൻ പാടില്ല. കാരണം സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരമായിട്ടുള്ള നൈപുണികതയെ വളർത്തിയെടുക്കാൻ, ഭാവിയിൽ അവരിലേക്ക് ഒരു കലാമനോഭാവം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വൻ മാമാങ്കമാണിത് സംസ്ഥാന സ്കൂൾ കലോത്സവം. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുന്നത്. കാരണം ഓരോ പ്രാക്ടീസിലൂടെയും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട സംഘാടകരുടെയും അവിടെയൊക്കെ ഒരു ജീവിതമാർഗ്ഗം. അപ്പോൾ അതൊക്കെ ഇത് എന്ത് ചെയ്യും, പെട്ടെന്ന് സ്റ്റോപ്പ് ആവും ഇതില്ലാണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ഒരു തീരുമാനത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, യോജിക്കുന്നില്ല എന്നുള്ളത്. എനിവേ, ഈ ഒരു തീരുമാനത്തിൽ സർക്കാർ ഇത് നിർത്തലാക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് സർക്കാർ സമഗ്രമായിട്ട് പഠിച്ചിട്ട് ഈ വർഷം ഇത് നിർത്തലാക്കണമോ നിർത്തലാക്കണ്ടേ എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ഉചിതമായ തീരുമാനം എടുക്കും. മന്ത്രിസഭ ഒരു തീരുമാനം ഉണ്ടാവും വിദ്യാഭ്യാസ മന്ത്രിക്ക് കീഴിൽ. അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആഗ്രഹിക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ വർഷം നിർത്തലാക്കരുത് എന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ആ രീതിയിൽ ആഗ്രഹിക്കാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് 4 ആൾക്കാർ അറിയണം. 4 ആൾക്കാർ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും സമഗ്രമായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഉന്നതമായിട്ടുള്ള അധികാരികൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മൾക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യും, അതിന് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കും. എനിവേ നമ്മൾക്കൊരു ഗുഡായിട്ടുള്ളൊരു തീരുമാനം പ്രതീക്ഷിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ വർഷം നടക്കുമെന്നാണ്. പക്ഷേ നടക്കില്ല എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നില്ല. ഇനി അറിയില്ല, ഞാനല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രി, നമ്മൾക്ക് നോക്കാം. എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദി ബെസ്റ്റ്.